നമസ്കാരം. കോവിഡ് മഹാമാരിക്ക് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ മറ്റൊരു മഹാമാരിയുടെ പിടിയിലാകുമോ ലോകം എന്നുള്ള ആശങ്ക ഉയർന്നിരിക്കുകയാണ്. കോവിഡ് മഹാമാരി പടർത്തിയത് കൊറോണ വൈറസ് ആയിരുന്നുവെങ്കിൽ ഇക്കുറി ഭീതി പരത്തിക്കൊണ്ട് പടർന്നു പിടിക്കുന്നത് മാരകമായ ഒരു ബാക്ടീരിയയാണ്. സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് എന്ന ബാക്ടീരിയയാണ് ഇപ്പോൾ ലോകം മുഴുവൻ വില്ലൻ പരിവേഷം അണിഞ്ഞ് എത്തിയിരിക്കുന്നത്. മാംസം ഭക്ഷിക്കുന്ന ഈ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ മരണം ഉറപ്പാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. രോഗം പിടിപെട്ട ഭൂരിഭാഗം മരണവും 48 മണിക്കൂറിനുള്ളിൽ തന്നെ സംഭവിക്കുമെന്നാണ് ആരോഗ്യ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. രാവിലെ കാലിൽ വീക്കം കണ്ടാൽ ഉച്ചയോടെ കാൽമുട്ടിലേക്ക് വ്യാപിക്കുകയും 48 മണിക്കൂറിനുള്ളിൽ തന്നെ മരിക്കുകയും ചെയ്യും എന്നാണ് വിദഗ്ധർ ഇതിനെക്കുറിച്ച് നൽകുന്ന സൂചനകൾ. 2022 5 യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് ലോകാരോഗ്യ സംഘടന കൂടി പറയുന്നുണ്ട്. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നാണ് ഈ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗത്തിന്റെ പേര്. ജപ്പാനിൽ ഈ രോഗം ഇപ്പോൾ പടർന്നു പിടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജപ്പാനിൽ ഈ വർഷം ജൂൺ 2 ഈ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 977 ഉയർന്നിട്ടുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ആകെ 941 പേരെയാണ് ജപ്പാനിൽ ഈ രോഗം പിടികൂടിയത്. അവരെല്ലാം തന്നെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു. കോവിഡ് മഹാമാരി പടർത്തിയ വലിയ തോതിലുള്ള ക്ഷതങ്ങൾ, അത് സാമ്പത്തികമായിക്കോട്ടെ അല്ലെങ്കിൽ ആരോഗ്യപരമായിക്കോട്ടെ, അതിൽ നിന്നൊക്കെ ലോകം ഒന്നടങ്കമുള്ള ജനങ്ങൾ കരകയറി വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇതാ മറ്റൊരു മഹാമാരി കൂടി വന്നേക്കാം എന്നുള്ള സൂചനകൾ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.